മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ് രണ്ട് ഗ്രൂപ്പിനെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ്. ഒന്ന്, നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ള എന്നാൽ നഴ്സിംഗിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ. അവർക്ക് നഴ്സിംഗിനെ കുറിച്ച് ഡീറ്റെയിൽസ് മനസ്സിലാക്കുന്നതിന് ഈ ക്ലാസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കൂടാതെ മറ്റൊരു ഗ്രൂപ്പ് പ്രധാനമായി ഫസ്റ്റ് സെമസ്റ്റർ BSc നഴ്സിംഗ് പഠിക്കുന്ന നഴ്സിംഗ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ക്ലാസ് നമ്മൾ എടുക്കുന്നത്. നിങ്ങൾ നഴ്സിംഗിന് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം 4 വർഷത്തെ ഒരു കോഴ്സാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ്. ഇത്രയുമാണ് അറിഞ്ഞിട്ട് കുട്ടികൾ ഇത്രയും പെട്ടെന്ന് ജോലി സാധ്യതകൾ കിട്ടും എന്നുള്ള ഒരു ഐഡിയ കൊണ്ട് മാത്രമാണ് പല കുട്ടികളും നഴ്സിംഗിന് ജോയിൻ ചെയ്യുന്നത്. എന്നാൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഭയത്തോടുകൂടി കാണുന്ന ഒരു കൂട്ടം കുട്ടികൾ ഉണ്ട്, സ്റ്റുഡൻസും ഉണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന മെസ്സേജസിൽ നിന്ന്, അതായത് നമ്മുടെ വീഡിയോസിന് നമ്മുടെ യൂട്യൂബ് ചാനലിലും അല്ലാതെയുള്ള ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ആയിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ചോദ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ സംശയങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്, ഒട്ടനവധി കുട്ടികൾ നഴ്സിങ്ങിനെ ഭയത്തോട് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ നഴ്സിംഗ് ഭയക്കുന്നത്? തോറ്റുപോകുമോ എന്നുള്ള പേടി. ഒരുപാട് പഠിക്കാനുണ്ട്. സീനിയേഴ്സിൻ്റെ അഭിപ്രായമാണ്, ഒരുപാട് പഠിക്കാനുണ്ട്. നിങ്ങൾ എത്ര ശ്രമിച്ചാലും, നിങ്ങൾ എത്ര തന്നെ പഠിച്ചാലും, നിങ്ങൾ എത്ര തന്നെ എഴുതിയാലും ചിലപ്പോൾ സപ്ലി വരാനുള്ള ചാൻസ് കൂടുതലാണ്. സപ്ലി എക്സാം എഴുതേണ്ടി വരും. നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഒരുപാട് വായിക്കാനുണ്ട്. പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇത് സാധാരണയുള്ള നഴ്സിംഗ് സീനിയേഴ്സിൻ്റെ ഒരു കമൻ്റാണ്, ജൂനിയേഴ്സിനോടുള്ള കമൻസ് ആണിത് നഴ്സിങ്ങിനെ കുറിച്ചുള്ള. അപ്പോൾ അങ്ങനെ ഭയന്നിരിക്കുന്ന ഫസ്റ്റ് സെമസ്റ്റർ സ്റ്റുഡൻസിനെ ഒരു ഭയവും ഇല്ലാതെ തന്നെ എങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഓരോ ടോപ്പിക്കും എങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഒരു ഭയമുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് അറിയാത്ത കുറച്ചൊരു കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. എങ്ങനെ നിങ്ങൾ പഠിക്കണം, നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. എന്താണ് പഠിക്കേണ്ടതെന്ന് അറിയണം. എന്തിൽ നിന്ന് പഠിക്കണമെന്നറിയണം. എങ്ങനെ പഠിക്കണമെന്നറിയണം. എന്താണ് ഞാൻ എക്സാമിന് എഴുതേണ്ടത്, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള എക്സാമാണ് ഞാൻ നേരിടാൻ പോകുന്നത്. ഇതെല്ലാം നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നിങ്ങളിൽ പലരും മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും, എക്സാമിനെ കുറിച്ച് എന്തിനാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? എക്സാമിനെ കുറിച്ച് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിട്ട് ആലോചിച്ചാൽ പോരെ? അല്ല, അതാണ് നമുക്ക് പറ്റുന്ന മിസ്റ്റേക്ക്. നമ്മൾ നേരിടാൻ പോകുന്നത് നമ്മുടെ ഓരോ 6 മാസം കഴിയുമ്പോഴുമുള്ള നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമാണ്. ആ എക്സാമാണ് നമുക്ക് ടാക്കിൾ ചെയ്യേണ്ടത്. അത് എങ്ങനെ നേരിടണമെന്ന് അറിയണമെങ്കിൽ അത് എന്താണെന്ന് നിങ്ങൾ ഇപ്പോഴേ അറിഞ്ഞിരിക്കണം. സോ ഇവയെല്ലാം, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു സെഷനാണ് ഇന്നത്തേത്. അപ്പം ഞാൻ ടോട്ടലി ഇന്നത്തെ സെഷനിൽ എന്തൊക്കെ പറയാൻ പോകുന്നു എന്നുള്ളത് ഒരു ഓവർവ്യൂ ആദ്യം തരാം. അതായത് ആദ്യം നമ്മൾ നമ്മുടെ നഴ്സിംഗിൻ്റെ കംപ്ലീറ്റ് സിലബസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പകരം നിങ്ങൾ നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ആദ്യത്തെ 6 മാസം, അതായത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ BSc നഴ്സിംഗ് കോഴ്സ് എന്ന് പറയുന്നത് 4 വർഷമാണ്. പണ്ടത് ഓരോ വർഷമായിട്ട് 4 പ്രാവശ്യമായിട്ടായിരുന്നു എക്സാം നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഓരോ 6 മാസം കൂടുമ്പോഴും, അതായത് ഓരോ സെമസ്റ്ററായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. ടോട്ടലി 8 സെമസ്റ്റർ. അതിൽ 7 സെമസ്റ്ററിലാണ് തിയറി എക്സാംസ്, യൂണിവേഴ്സിറ്റി എക്സാംസ് വരുന്നത്. അപ്പോൾ ഈ 7 സെമസ്റ്ററിലും എന്തൊക്കെ പഠിക്കണമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിന് ഒരു ചുരുങ്ങിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകണം. എന്നാൽ ഇവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ. കാരണം ഞാൻ 7 സെമസ്റ്ററിലെ സിലബസ് കംപ്ലീറ്റ്ലി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. ദൈവമേ ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്നുള്ള ടെൻഷൻ കൂടത്തേ ഉള്ളൂ, ടെൻഷൻ കുറയത്തില്ല. പകരം നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്, ഒരു സ്റ്റെപ്പ് കയറിയിട്ടല്ലേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകത്തുള്ളൂ. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഒരു സെമസ്റ്ററിൽ എന്താണ് നമ്മുടെ സിലബസ്, അത് ഡീറ്റെയിലി നമ്മൾ മനസ്സിലാക്കണം. സോ അതിനെക്കുറിച്ച് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിൽ പറഞ്ഞു തരും. പിന്നെ അടുത്ത് പറയാൻ പോകുന്നത്, സിലബസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്താണ്, ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ്, ഏത് ബുക്കിൽ നിന്ന് പഠിച്ചാലാണ് എനിക്ക് ഈ കണ്ടൻസ് എല്ലാം ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്, എന്ത് സ്റ്റഡി മെറ്റീരിയൽസ് ആണ് എനിക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ബുക്കാണ് എനിക്ക് വേണ്ടത്, അത് നിങ്ങൾ അറിയണം. അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞാൽ അടുത്തറിയേണ്ടത്, ഇപ്പോൾ സിലബസ് അറിഞ്ഞു, പഠിക്കേണ്ട കണ്ടന്റ് പറഞ്ഞു, അല്ലെങ്കിൽ പഠിക്കേണ്ട മെറ്റീരിയൽസും കിട്ടി. അത് കഴിഞ്ഞാൽ ഇനി എന്താ അറിയേണ്ടത്, എന്താണ് ഞാൻ ഈ 6 മാസം പഠിച്ചു കഴിഞ്ഞ ഈ ഇത്രയും കണ്ടന്റ്സ് പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ഏത് തരത്തിലുള്ള എക്സാമാണ് നടക്കാൻ പോകുന്നത്, ഞാനതിൽ ഏതൊക്കെ തരത്തിലുള്ള, ഏതൊക്കെ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നേരിടാൻ പോകുന്നത്. അതായത് നമ്മൾ നേരിടാൻ പോകുന്ന ശത്രുവിൻ്റെ ബലം അറിഞ്ഞു വേണം നമ്മൾ പ്രിപ്പയർ ആകാൻ.
അല്ലെ? ശത്രു ആരാണെന്ന് അറിഞ്ഞു വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. എന്നാൽ മാത്രമേ നമുക്ക് അതിന് അനുയോജ്യമായ രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ എക്സാം പാറ്റേൺ എന്താണെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം, എന്ത് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതെല്ലാം നമുക്കറിയാം. ഇനി എങ്ങനെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ട് വലിച്ചു വാരിയിട്ട് അങ്ങും ഇങ്ങും ആ കുട്ടി പറയുന്നത് പഠിക്കാം, ഈ കുട്ടി പറയുന്നത് പഠിക്കാം, ആ സീനിയർ പറയുന്നത് പഠിക്കാം, ഈ സീനിയർ പറയുന്നത് പഠിക്കാം, അല്ലെങ്കിൽ ടീച്ചർ പറയുന്നത് പഠിക്കാം, അടുത്ത റൂംമേറ്റ് പറയുന്നത് പഠിക്കാം, അങ്ങനെയല്ല. സോ ഹൗ ടു സ്റ്റഡി എഫക്റ്റീവ്ലി, നിങ്ങൾ മറ്റൊരു ഹെൽപ്പും ഇല്ലെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാം എന്നുള്ള സ്ട്രാറ്റജി ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതുകൂടാതെ നിങ്ങൾക്കറിയാം ഞങ്ങൾ ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. 1st to 7th വരെയുള്ള എല്ലാ സെമസ്റ്ററിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ രീതിയിൽ നിങ്ങൾക്ക് അതും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. സോ ട്യൂഷനിലുള്ള കുട്ടികൾക്ക് മാത്രമല്ല ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആകുന്നത്, അല്ലാത്തവർക്കും ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിലും ഡെഫിനറ്റ്ലി ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആണ്. ഈ പറയുന്ന പോയിന്റ്സ് എല്ലാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നോട്ട് ചെയ്ത് വെച്ച് അത് പ്രകാരം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഡിസ്റ്റിങ്ഷൻ അല്ല, അതിനേക്കാൾ കൂടുതൽ മാർക്ക് വാങ്ങി ഓരോ സെമിസ്റ്ററും പാസ്സാകാൻ പറ്റും. അപ്പം നിങ്ങൾ റെഡിയല്ലേ? എന്താണ് ഫസ്റ്റ് സെമിസ്റ്റർ നഴ്സിംഗ് എന്നുള്ളത് ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവുകയാണ്. നമ്മുടെ കരിക്കുലം എന്ന് പറയുന്നത് 8 സെമിസ്റ്റർ അടങ്ങിയ 4 വർഷത്തെ ഒരു കോഴ്സാണെന്ന് പറഞ്ഞു. നമ്മൾ ഇതുവരെ +2 വരെ പഠിച്ചതുപോലെ അല്ല. ഇവിടെ നമുക്ക് ക്ലിനിക്കൽ ഏരിയയും അതുപോലെ തിയററ്റിക്കൽ ബേസും രണ്ടും നമുക്ക് വേണം. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും വേണം, തിയററ്റിക്കൽ നോളജും വേണം. സോ ഫസ്റ്റ് സെമസ്റ്ററിൽ എത്ര സബ്ജക്ട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്? നമുക്ക് ആദ്യം സിലബസിലോട്ടൊന്ന് പോകാം. ഇവിടെ നോക്കൂ, ഇതാണ് നിങ്ങളുടെ BSc നഴ്സിംഗ് പ്രോഗ്രാമിന്റെ ഒരു സ്ട്രക്ചർ, ഒരു ചെറിയൊരു സ്കെൽട്ടൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ പറഞ്ഞതുപോലെ 8 സെമസ്റ്ററുകളുണ്ട്. ഫസ്റ്റ് സെമസ്റ്റർ തുടങ്ങി 2nd, 3rd, 4th, 5th, 6th, 7th, 8th ഈ 8 സെമസ്റ്റർ എന്ന് പറയുന്നത് 8ാമത്തെ സെമസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇന്റേൺഷിപ്പാണ്. അവിടെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് അവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ തിയറി എക്സാംസ് എല്ലാം വരുന്നത് ബാക്കിയുള്ള 7 സെമസ്റ്ററിലാണ്. 7 സെമസ്റ്ററും കംപ്ലീറ്റ്ലി തിയറി എക്സാംസ് മാത്രമല്ല, ചില സബ്ജക്ട്സുകൾ വരുമ്പോൾ പ്രാക്ടിക്കൽ ആസ്പെക്റ്റിലുള്ള സബ്ജക്റ്റുകൾ വരുന്ന സെമസ്റ്ററുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. അതായത് ആദ്യത്തെ സെമസ്റ്റർ മാത്രമാണ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം ഇല്ലാത്തത്. 2nd സെമസ്റ്ററിൽ തുടങ്ങി 8th സെമസ്റ്റർ വരെയും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് മറ്റു സെമസ്റ്ററുകളെ ലീവ് ചെയ്യാം, ബാക്കി നമുക്ക് പിന്നീട് നോക്കാം. പകരം സെമസ്റ്റർ 1 എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ നോക്കൂ, നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് 1 കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതായത് മിനിമൽ ആയിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനും കേട്ടാൽ മനസ്സിലാക്കാനുമുള്ള കഴിവ്, ഇംഗ്ലീഷിൻ്റെ നോളജ് അത് നിങ്ങൾക്കുണ്ടാകണം. കാരണം നമ്മളൊരു പ്രൊഫഷണൽ കോഴ്സാണ് പഠിക്കുന്നത്. സോ അതുപോലെ തന്നെ ഇൻ്റർനാഷണലി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കോഴ്സും കൂടെയാണ്. സോ വി ഷുഡ് ഹാവ് എ നോളജ് ഇൻ ഇംഗ്ലീഷ്. പക്ഷേ ഇത് യൂണിവേഴ്സിറ്റി എക്സാം ഇല്ല. പകരം നിങ്ങളുടെ കോളേജിൽ തന്നെ കുറച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് ചെറിയൊരു എക്സാം നടത്തും. അതിൻ്റെ മാർക്ക് അവരവിടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നിട്ട് കോളേജിൽ നിന്ന് അയച്ചു കൊടുക്കും. അത്ര മാത്രമേ ഉള്ളൂ. സോ അതുകൊണ്ട് അത് ഒരു വലിയ ഹെഡേക്ക് ആയിട്ട് എടുക്കേണ്ട. നിങ്ങൾ +2 വരെ പഠിച്ച ഇംഗ്ലീഷ് ഗ്രാമറും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ചോദിക്കുന്നത്. essay ഒന്നും അവിടെ എഴുതാനില്ല. 2ാമത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അപ്ലൈഡ് അനാട്ടമി. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തവർക്ക് അറിയാമായിരിക്കും എന്താണ് ഈ അപ്ലൈഡ് അനാട്ടമി അല്ലെങ്കിൽ അനാട്ടമി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ശരീരത്തിൻ്റെ അല്ലെങ്കിൽ നഴ്സിംഗിൽ ജോയിൻ ചെയ്യുന്ന ഒരാൾ പേഷ്യൻസിനാണ് അല്ലെങ്കിൽ വ്യക്തികൾക്കാണ്, ആളുകൾക്കാണ് നമ്മൾ കെയർ കൊടുക്കാൻ പോകുന്നത്. സോ അതിൻ്റെ എല്ലാം ബേസിക്കായിട്ട് ആ ഓരോ മനുഷ്യ ശരീരം എന്താണ്, അതിൻ്റെ ഓരോ പാർട്സും എന്താണ്, അതിൻ്റെ രൂപം എന്താണ്, അതെവിടെയാണ് കാണപ്പെടുന്നത്, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടൻസ് നിങ്ങൾ അറിയണം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് അപ്ലൈഡ് അനാട്ടമി അല്ലെങ്കിൽ അനാട്ടമി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ പഠിച്ച ഓരോ സ്ട്രക്ചറിനും ഉള്ളിൽ എന്തൊക്കെ പ്രോസസ്സുകൾ നടക്കുന്നു. അതായത് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ ആമാശയം അല്ലെങ്കിൽ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റത്തിൻ്റെ ഒരു ഓർഗനാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ കോടാനുകോടി സെല്ലുകളുണ്ട്. ആ സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ഫോം ചെയ്യുന്നുണ്ട്. ഓർഗൻ ഫോം ചെയ്ത് അവിടെ ജോയിൻ ചെയ്ത് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നുണ്ട്. ഓർഗൻ സിസ്റ്റംസ് ജോയിൻ ചെയ്ത് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പം അതിലുള്ള ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം എന്നുള്ള ഒരു ഓർഗൻ സിസ്റ്റത്തിലെ ഒരു സിമ്പിൾ ഓർഗനാണ്
നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്റ്റൊമക്ക്, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ലൊക്കേഷൻ, സറൗണ്ടിങ് ഫീച്ചേഴ്സ്, അതിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ, അതിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ബ്ലഡ് സപ്ലൈ, അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ ഓരോ സൈഡിൻ്റെയും പേര്, അതെല്ലാം നമ്മൾ പറയുന്നത് രൂപത്തെക്കുറിച്ച് പറയുന്ന അനാട്ടമിയിലും. എന്നാൽ ഇതിനുള്ളിൽ നടക്കുന്ന പ്രോസസ്സ്, അതിനുള്ളിൽ എന്താ നടക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ഫുഡ് ഈ നമ്മുടെ സ്റ്റൊമക്കിനുള്ളിൽ കളക്ട് ചെയ്ത് അവിടെ മെക്കാനിക്കൽ ഡൈജഷൻ നടന്ന്, മിക്സിംഗ് നടന്ന്, അവിടെ ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്ത് കൈമായിട്ട് മാറി അത് കംപ്ലീറ്റ്ലി ഡൈജഷൻ അവിടെ നടക്കുന്നു. എന്നിട്ട് എങ്ങോട്ട് പോകുന്നു? സ്മോൾ ഇൻറ്റസ്റ്റൈനിലോട്ട് അബ്സോർഷന് വേണ്ടി പോകുന്നു. സോ ഇതുവരെയുള്ള പ്രോസസ്സുകൾ, ഇതിനകത്ത് നടക്കുന്ന പ്രോസസ്സുകൾ നമ്മൾ ഏത് സബ്ജക്റ്റിൽ പഠിക്കും? അപ്ലൈഡ് ഫിസിയോളജി ഓർ ഫിസിയോളജിയിൽ പഠിക്കും. അപ്പം നിങ്ങൾക്ക് തോന്നി ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയല്ലേ ഉള്ളൂ, ഇത് ആണോ നമുക്ക് ഇത്ര വലിയ പാട്? അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്. നെർവസ് സിസ്റ്റം ഉണ്ട്, റെസ്പിറേറ്ററി സിസ്റ്റം ഉണ്ട്, റീനൽ സിസ്റ്റം ഉണ്ട്, എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ട്, സെൻസറി ഓർഗൻസ് ഉണ്ട്, മസ്കുലർ സിസ്റ്റം ഉണ്ട്, സ്കെൽറ്റൽ സിസ്റ്റം ഉണ്ട്. അതുപോലെ ഒരുപാട് സിസ്റ്റംസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട്. ഈ ഓരോ സിസ്റ്റത്തിലും 10-20 ഓർഗൻസും ഉണ്ട്. ഈ എല്ലാ ഓർഗൻസും ഓരോ മൈന്യൂട്ടായിട്ടുള്ള സ്ട്രക്ചറിൻ്റെയും ആ മൈന്യൂട്ടായിട്ടുള്ള ഓർഗൻസിൻ്റെ സ്ട്രക്ചറും നമ്മൾ അനാട്ടമിയിൽ പഠിച്ച് അതിൽ ഓരോന്നിൽ നടക്കുന്ന പ്രോസസ്സുകൾ ഫിസിയോളജിയിലും പഠിക്കണം. സോ ഈ 2 സബ്ജക്റ്റും ഒരുമിച്ചാണ് നിങ്ങൾക്ക് എക്സാം. അതായത് 2 ദിവസമല്ല, രണ്ടും ഒരു ദിവസം ഒരേ സിറ്റിങ്ങിലാണ് എക്സാം വരുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ A പാർട്ട് അനാട്ടമിയും B പാർട്ട് ഫിസിയോളജിയും വരുന്നു. ടോട്ടലി നിങ്ങൾക്ക് 75 മാർക്സിൻ്റെ ഒരു എക്സാമാണ് വരുന്നത്. അവിടെ നിങ്ങൾക്ക് തോന്നും 38 മാർക്കിൽ കിട്ടാനാണോ പാടുന്നത്. അങ്ങനെ അത്ര സിമ്പിൾ അല്ല. നഴ്സിംഗ് ഈസ് നോട്ട് എ സിമ്പിൾ തിങ്, ബട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് എസ് എ സിമ്പിൾ. നമുക്കത് സിമ്പിളാക്കി മാറ്റാൻ പറ്റും നമ്മൾ ശ്രമിച്ചാൽ. ആത്മാർത്ഥതയോടെ കൂടി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കത് സിമ്പിളാക്കി മാറ്റാൻ പറ്റും. അടുത്ത സബ്ജക്റ്റ് സോഷ്യോളജി. അതായത് നമ്മൾ നേരിടാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ക്ലിനിക്കൽ ഫീൽഡ്, നമ്മൾ നേഴ്സായി മാറിക്കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. സോ ദേ ആർ സോഷ്യൽ ബീയിങ്സ് അല്ലെങ്കിൽ സോഷ്യൽ അനിമൽസ് ആണ് മനുഷ്യൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയും. സോ വി ഷുഡ് ഹാവ് എ തറൗ നോളജ് അബൌട്ട് ദ സൊസൈറ്റി, their culture, marriage, family, finance, everything we should know. നമ്മൾ സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കണം. അതാണ് സോഷ്യോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. അവിടെ നമുക്ക് ഒരു 8 ചാപ്റ്ററുകളാണ് ഈ സോഷ്യോളജിയിൽ പഠിക്കാനുള്ളത്. അനാട്ടമി 10 യൂണിറ്റ് ഉണ്ട്, ഫിസിയോളജി 11 യൂണിറ്റ് ഉണ്ട്, സോഷ്യോളജി ഒരു 8 യൂണിറ്റ് ഉണ്ട്. 8 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നമ്മൾ ഇതുവരെ +2 വരെ പഠിച്ചതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള യൂണിറ്റ്സുകളല്ല. കണ്ടന്റുകൾ ഒരുപാടുണ്ട്. ബട്ട് നമ്മളത് ഫ്രാഗ്മെൻറ്റ് ചെയ്ത് ചെറിയ ചെറിയ പോർഷൻസ് ആക്കി അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, one more subject, that is applied psychology. What is meant by psychology? Psychology means study about mind, study about soul. നമ്മുടെ ആത്മാവിനെ കുറിച്ച് പഠിക്കുക, നമ്മുടെ മനസ്സിനെ കുറിച്ച് പഠിക്കുക. അതാണ് സൈക്കോളജി എന്ന് പറയുന്നത്. സൈക്കോളജി അത്ര കുട്ടികൾക്ക് അത്ര താല്പര്യം തോന്നുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ബട്ട് വി ക്യാൻ മേക്ക് ഇറ്റ് ആസ് ഇൻട്രസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. അവിടെ നമുക്കൊരു 10 യൂണിറ്റ് സൈക്കോളജിയിൽ നമ്മുടെ മനസ്സിലുള്ള പല പ്രോസസ്സുകളും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. എന്താണ് മനസ്സ്? നമ്മുടെ ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, ഒരു കുട്ടിയുടെ മനസ്സ് അല്ല വയസ്സായ ഒരു വ്യക്തിയുടേത്, അല്ലെങ്കിൽ അഡൽട്ടിൻ്റെ മനസ്സെന്ന് പറയുന്നത്. അതെന്താണ്? ഓരോ സ്റ്റേജിലും ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്താണ്? ലേണിംഗ് പ്രോസസ്സ് എന്താണ്? പെർസെപ്ഷൻ എന്താണ്? അറ്റൻഷൻ, ഇങ്ങനെ കുറേ കൊഗ്നിറ്റീവ് പ്രോസസ്സ് എന്താണ്? മോട്ടിവേഷൻ എന്താണ്? ഇമോഷൻസ്. ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞ ഈ ടോപ്പിക്സുകളെല്ലാം ഓരോ essay ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയുള്ള കുറേ സൈക്കോളജിക്കൽ ടോപ്പിക്സ് നമ്മൾ സൈക്കോളജി എന്നുള്ള ഈ ഒരു സബ്ജക്റ്റിൽ പഠിക്കും. ഇവ രണ്ടും കമ്പൈൻ ചെയ്തിട്ട് അടുത്ത 2ാമത്തെ ദിവസത്തെ എക്സാം ഫോർ 75 മാർക്സ്, 75 മാർക്കിന് 2ാമത്തെ ദിവസത്തെ എക്സാം, 38-37 മാർക്കിനായിട്ട് ഓരോ സബ്ജക്ട്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതാണ് 2ാമത്തെ എക്സാം. ഈ 2 പേപ്പറാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് നേരിടാൻ പോകുന്നു. 2 ദിവസമാണെങ്കിൽ നമുക്കവിടെ 4 സബ്ജക്ട്സ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. സോ യു അണ്ടർസ്റ്റുഡ് വാട്ട് ആർ ആൾ ദ സബ്ജക്ട്സ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ഫസ്റ്റ് സെമസ്റ്റർ. അപ്പോൾ നോക്കിയേ, 6ാമത് വീണ്ടും ഒരു സബ്ജക്റ്റ്. എന്താണത്? നഴ്സിംഗ് ഫൗണ്ടേഷൻ 1. വാട്ട് ഈസ് ദാറ്റ്? നഴ്സിംഗ് ഫൗണ്ടേഷൻ. യെസ്, ഇറ്റ് ഈസ് എ ബേസിക് ഫോർ നഴ്സിംഗ്. നമ്മുടെ നേഴ്സസിൻ്റെ അല്ലെങ്കിൽ നഴ്സിംഗിൻ്റെ ഏറ്റവും ബേസിക് അല്ലെങ്കിൽ ഫൗണ്ടേഷനാണ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിന് അവിടെ യൂണിവേഴ്സിറ്റിയിൽ എക്സാം ഇല്ല. ഇല്ലേ? അപ്പോൾ വെറുതെ പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ പഠിക്കാതിരുന്നാൽ മതിയോ എന്നൊരു ചോദ്യം വന്നില്ലേ നിങ്ങൾക്ക്? ഇല്ല, അങ്ങനെയല്ല. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് എക്സാം ഇല്ല. പകരം
നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുമെങ്കിലും അത് നമ്മൾ എക്സാം എഴുതാതിരുന്നിട്ട് അതിൻ്റെ ബാലൻസ് ടോപ്പിക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 പഠിക്കുന്നുണ്ട്. ഇവ രണ്ടും കമ്പൈൻ ചെയ്ത് നമുക്ക് നഴ്സിംഗ് സെക്കൻഡ് സെമസ്റ്ററിൽ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ട്. ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അതെല്ലാം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ സബ്ജക്ട്സ്. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാകണം. ഇനി നിങ്ങൾ അറിയേണ്ടത് എന്തൊക്കെ ടോപ്പിക്സുകളാണ്, എത്രത്തോളം ടോപ്പിക്സ് ആണ് ഈ ഓരോ സബ്ജക്ട്സിനകത്തും പഠിക്കേണ്ടത്. നമുക്ക് അതിലോട്ടൊന്ന് പോകാം. ഇവിടെ നോക്കൂ, നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ സിലബസ്, അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം ഇല്ലെങ്കിലും അതിനൊരു സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതും പ്രകാരമുള്ള വളരെ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കോളേജിൽ എടുക്കും. അത് മാത്രം ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു സിമ്പിൾ എക്സാം അവിടെ കോളേജിൽ നടത്തും, അതൊന്ന് അറ്റൻഡ് ചെയ്യുക. സോ അതിനെക്കുറിച്ച് നമ്മളിവിടെ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എന്നാൽ അടുത്ത സബ്ജക്റ്റ്, നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ മെയിൻ ആയിട്ടുള്ള 4 സബ്ജക്റ്റിൽ ആദ്യത്തേത് അനാട്ടമി. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 10 യൂണിറ്റുകൾ ഇവിടെ പഠിക്കാനുള്ളത്. ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ ബേസിക് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പൊസിഷൻസിനെ കുറിച്ചും നമ്മുടെ ബോഡിയെ സാങ്കല്പികമായിട്ട് പല പ്ലെയിനുകൾ, പല ഡിവിഷൻസുകളായി ഡിവൈഡ് ചെയ്യുമ്പോൾ അവ എങ്ങനെയൊക്കെയാണ് കാണപ്പെടുന്നത്. അപ്പോൾ കുട്ടികൾ വിചാരിക്കും, ഇതൊന്നും ആരും എക്സാമിന് ചോദിക്കത്തില്ല, ഇതൊന്നും പഠിക്കണ്ടെന്ന്. അങ്ങനെയല്ല. If you don't have thorough knowledge in these positions and planes, you cannot study other organs. കാരണം ഈ ബേസിക് പൊസിഷൻസ് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ നമ്മൾ അനാട്ടമിയിലും ഓരോ ഓർഗൻസും പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് സുപ്പീരിയർ ടു ദിസ് വൺ, ഇറ്റ് ഈസ് മീഡിയൻ ടു അതർ വൺ, ഇറ്റ് ഈസ് ലാറ്ററൽ ടു ദിസ് വൺ, ഇറ്റ് ഈസ് പ്രോക്സിമൽ ടു ദിസ് വൺ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കണ്ടേ. ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് പറയും സ്റ്റൊമക് ഈസ് സുപ്പീരിയർ ടു ഇൻറ്റസ്റ്റൈൻ ഓർ ലങ്സ് ഈസ് സുപ്പീരിയർ ടു ഡയഫ്രം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളവിടെ മനസ്സിലാക്കുക? എന്താണ്, എവിടെയാണെന്നത് അറിയണ്ടേ? അതറിയണമെങ്കിൽ ഈ ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ തറവായിട്ട് മനസ്സിലാക്കണം. വാട്ട് ആൻഡ് ഓൾ യു വിൽ സ്റ്റഡി ഇൻ ഫസ്റ്റ് യൂണിറ്റ്? First, anatomical terms, that means various positions. Next, various planes. Next, what are the movements can be done by our body. നമ്മുടെ ശരീരത്തിൽ കൈകൾ കൊണ്ട് എന്തൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാം, കാലുകൾ കൊണ്ട് എന്തൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാം, കഴുത്തിൽ എന്തൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാം, അതായത് നെക്കിൽ എന്തൊക്കെ സാധ്യമാണ്, കാലിൽ എന്തൊക്കെ ചെയ്യാം, പ്ലാന്റാർ എന്താണ്, ഇവേർഷൻ എന്താണ്, ഇൻവേർഷൻ എന്താണ്, സുപ്പിനേഷൻ എന്താണ്, സർക്കംഡക്ഷൻ എന്താണ്, ഈ മൂവ്മെൻറ്റ്സ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഫസ്റ്റ് യൂണിറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ആ ചാപ്റ്ററിൽ തന്നെ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നതിൽ ഈ ലോകത്ത് ഏതൊരു വസ്തുവും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റം കൊണ്ടാണ്. അതിൻ്റെ അടുത്തൊരു സ്റ്റേജാണ് സെൽ എന്ന് പറയുന്നത്. സോ സെല്ലിനെ കുറിച്ചും സെല്ലുകൾ ചേർന്നുണ്ടാകുന്ന ടിഷ്യൂസിനെ കുറിച്ചും മെംബ്രൈൻസിനെ കുറിച്ചും ഗ്ലാൻസുകളെ കുറിച്ചും കാർട്ടിലേജിനെ കുറിച്ചും മസിലുകളെ കുറിച്ചും ഒക്കെ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് വെരി ബിഗ് ചാപ്റ്റർ ആൻഡ് ഇറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദ അതർ ചാപ്റ്റേഴ്സ്. കാരണം മറ്റു ചാപ്റ്ററുകളുടെ ബേസിക് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ 2ാമത്തെ യൂണിറ്റ് മുതൽ 10ാമത്തെ യൂണിറ്റ് വരെയും ഓരോ ഓർഗൻ സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്വസിക്കാൻ സഹായിക്കുന്ന റെസ്പിറേറ്ററി സിസ്റ്റം, ദഹനത്തിന് സഹായിക്കുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം, ബ്ലഡ് ഒഴുകാനും ലിംഫ് ഒഴുകാനും സഹായിക്കുന്ന സർക്കുലേറ്ററി ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം, എൻഡോക്രൈൻ അതായത് നമ്മുടെ ഗ്ലാൻഡുകൾ അടങ്ങുന്ന എൻഡോക്രൈൻ സിസ്റ്റം, നമ്മുടെ സെൻസസ് അല്ലെങ്കിൽ നമ്മുടെ കണ്ണ്, കാത്, നാക്ക്, ത്വക്ക് ഇതെല്ലാം അടങ്ങിയ സെൻസറി ഓർഗൻസ്, മസ്ക്ലോസ്കെൽറ്റൽ, അതിൽ തന്നെ മസിൽസും ഉണ്ട്, സ്കെൽറ്റൽ സിസ്റ്റവും ഉണ്ട്. പിന്നെ നമ്മുടെ കിഡ്നിയും യൂറിനറി സിസ്റ്റം, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, നെർവസ് സിസ്റ്റം. ഇത്രയും 10 ചാപ്റ്ററുകളുണ്ട്. ഇതെല്ലാ ഭാഗങ്ങളും ഈ ഇത്രയും 10 സിസ്റ്റത്തിൻ്റെയും, അതായത് 9 സിസ്റ്റം 10 ചാപ്റ്ററുകളായിട്ട് കൊടുത്തിരിക്കുന്നു. ഈ 10 ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ 10 സിസ്റ്റം തന്നെ 11 യൂണിറ്റുകളായിട്ട് അവയിൽ നടക്കുന്ന പ്രോസസ്സുകൾ, അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കണ്ടൻസിലോട്ട് ഞാനിവിടെ പോകുന്നില്ല. കാരണം നമ്മൾ അതെല്ലാം ക്ലാസ്സിൽ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യാത്ത കുട്ടിയാണെങ്കിൽ പോലും നിങ്ങളുടെ കോളേജസിൽ നിങ്ങൾക്ക് അതിനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുത്തു തരും. കാരണം എന്തുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതെല്ലാം നമ്മൾ പറഞ്ഞാൽ ഈ ക്ലാസ് ഒരുപാട് എക്സ്റ്റെൻഡ് ആയിപ്പോൾ. സോ അതിൽ നടക്കുന്ന പ്രോസസ്സുകളെല്ലാം തന്നെ നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കും. 11 യൂണിറ്റുകളായി. ഈ 11 യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് പഠിക്കേണ്ട സോഷ്യോളജി. ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ് സൊസൈറ്റി, എന്താണ് സോഷ്യൽ സ്ട്രക്ചർ, എന്താണ് കൾച്ചർ, ഫാമിലി, മാരേജ്, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ ഓർഗനൈസേഷൻ, ഡിസോർഗനൈസേഷൻ, ക്ലിനിക്കൽ സോഷ്യോളജി. ഇങ്ങനെ 7 യൂണിറ്റിൽ, 8 അല്ല 7 യൂണിറ്റുകളായിട്ട് സോഷ്യോളജിയിൽ ഒരുപാട് കണ്ടൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഇതും കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് സൈക്കോളജി. അതും ഒരു 10 യൂണിറ്റ്. ഇൻട്രൊഡക്ഷൻ ഓഫ് സൈക്കോളജി,
ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ, മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹൈജീൻ, പിന്നെ ഡെവലപ്മെൻ്റൽ സൈക്കോളജി, പേഴ്സണാലിറ്റി, കൊഗ്നിറ്റീവ് പ്രോസസ്, പിന്നെ മോട്ടിവേഷൻ ആൻഡ് ഇമോഷണൽ പ്രോസസ്, സൈക്കോളജിക്കൽ അസസ്മെൻറ്റ്, ആപ്ലിക്കേഷൻ ഓഫ് സോഫ്റ്റ് സ്കിൽ, സെൽഫ് എംപവർമെൻറ്റ്. ഇങ്ങനെ ഈ 4 സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് വരുന്നത്. 5ാമത്തെ നഴ്സിംഗ് ഫൗണ്ടേഷൻ ഞാനിവിടെ പറയുന്നില്ല. നഴ്സിംഗ് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് സെമസ്റ്ററിൽ യൂണിവേഴ്സിറ്റി എക്സാം ഇല്ല. എന്നാലും നിങ്ങളത് പഠിക്കണം, കാരണം നിങ്ങൾക്ക് 2ാമത്തെ സെമസ്റ്ററിൽ ഉണ്ട്. സോ യു ഗോട്ട് ആൻ ഐഡിയ വാട്ട് ഈസ് യുവർ സിലബസ്. അപ്പോൾ ഈ ഒരു സിലബസ് ഞാനിപ്പോൾ എന്തിനാണ് നിങ്ങളെ കാണിച്ചത്? നിങ്ങൾ വിചാരിക്കും ടീച്ചർ എന്തിനാണ് ചുമ്മാ വെറുതെ ഓടിച്ചത് കാണിച്ചത്, ഇത് ഞങ്ങൾക്കറിയാലോ എന്ന്. ഇത് കാണിച്ചത് കാരണം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ സിലബസ് ഇത്രയും കണ്ടൻസ്, ഈ 4 സബ്ജക്ട്സിൻ്റെ ഈ സിലബസ് നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണം. ഫൈനൽ എക്സാം റിവിഷൻ നടക്കുന്ന സമയത്തല്ല, വെൻ യു ആർ സ്റ്റാർട്ടിങ് യുവർ നഴ്സിംഗ് സ്റ്റഡീസ്, അപ്പോൾ തന്നെ നിങ്ങൾ ഈ ഒരു സിലബസിൻ്റെ കോപ്പി നിങ്ങളുടെ കയ്യിൽ, ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ എടുത്തു വയ്ക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫോണിലുണ്ടല്ലോ അത് പോരാ. കാരണം നമ്മുടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അത് നടക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ ഹാർഡ് കോപ്പി ഉണ്ടാകണം. എന്നിട്ട് ഞാനിത് പഠിക്കേണ്ട സ്റ്റെപ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ ഒരു സിലബസിൻ്റെ യൂസ് എന്നുള്ളത്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതിൻ്റെ ഒരു ഹാർഡ് കോപ്പി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൻ്റെ 2ാമത്തെ സ്റ്റെപ്പ്, സിലബസും കരിക്കുലവും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി 2ാമത്തെ സ്റ്റെപ്പ് എന്തൊക്കെയാണ് ഈ സിലബസിൽ പറഞ്ഞ ഈ കണ്ടന്റുകൾ പഠിക്കാൻ വേണ്ടി എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ ഞാൻ യൂസ് ചെയ്യണം. അതും ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്. മാം, അനാട്ടമിയും ഫിസിയോളജിയും പഠിക്കാൻ ഏതാണ് ബെസ്റ്റ് ബുക്ക്? സൈക്കോളജിക്ക് എനിക്ക് കോളേജിൽ നിന്ന് തന്ന ബുക്ക് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാം, അല്ലെങ്കിൽ ടീച്ചർ എടുക്കുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല മാം, സിമ്പിളായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്നാൽ സിലബസ് പ്രകാരമുള്ള ഒരു ബുക്ക് എനിക്ക് പറഞ്ഞു തരുമോ മാം? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ഒരുപാട് കിട്ടാറുണ്ട്. സോ ആ കുട്ടികൾക്കുള്ള ഉത്തരമാണ് ഇവിടെയുള്ളത്. അതായത് എസെൻഷ്യൽ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്കുള്ള 4 സബ്ജക്ട്സും, അതല്ല 5 സബ്ജക്ട്സും, അനാട്ടമി ആൻഡ് ഫിസിയോളജി ടുഗദറായിട്ട് സെപ്പറേറ്റ് ബുക്ക് വേണ്ട, പകരം ടുഗദറായിട്ടുള്ള ബുക്ക് പഠിച്ചാൽ മതി. കാരണം അതിൽ തന്നെയാണ് എല്ലാ കണ്ടൻസും വരുന്നത്. മെയിനായിട്ട് സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ നിങ്ങൾക്ക് റോസ് ആൻഡ് വിൽസൺ നോക്കാം. അത് കഴിഞ്ഞാൽ ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നോക്കാൻ PR ആശാലത നോക്കാം. അതായത് റോസ് ആൻഡ് വിൽസൺ മോശമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. PR ആശാലത പോലെ തന്നെ റോസ് ആൻഡ് വിൽസണും വളരെ നല്ലൊരു ബുക്കാണ്. സോ യു ക്യാൻ റെഫർ ബോത്ത്. ഇനി കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡോക്ടർ ലെവലിലൊക്കെ നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യണം എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് BD ചൗരസ്യയുടെ ബുക്കോ ടോട്ടോറയുടെ ബുക്കോ, അങ്ങനെ ഒരുപാട് ഓഥർമാരുടെ ബുക്കുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ സിമ്പിളായിട്ട് പഠിക്കാൻ, ഒരുപാട് ടെൻഷൻ ഇല്ലാതെ പഠിക്കാൻ ഏറ്റവും നല്ലത് റോസ് ആൻഡ് വിൽസണും PR ആശാലതയുമാണ്. അതിലോട്ട് നോക്കാം. ഇതല്ല ചൗരസ്യ BDയോ ടോട്ടോറയൊക്കെ വേണമെങ്കിൽ അതിലോട്ടും പോകാം. ഇനി അടുത്ത സബ്ജക്റ്റ് സോഷ്യോളജിക്ക് ഏറ്റവും ബെസ്റ്റ് ബുക്കാണ് ക്ലമന്റ് എയുടെ സോഷ്യോളജി ബുക്കുണ്ട്, അതല്ലെങ്കിൽ നീരജ KPയുടെ സോഷ്യോളജി ബുക്കുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു സജഷനാണ് പറയുന്നത്, ഞാൻ എൻ്റെ കുട്ടികൾക്ക് പറയുന്ന ഒരു സജഷനാണ്. ഇനി നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്ന ബുക്ക് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, ഇതേ പഠിക്കാവൂ എന്നില്ല. ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഒരുപാട് പബ്ലിക്കേഷനിൽ ഒരുപാട് ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഇതിൽ ഏറ്റവും ബെസ്റ്റും സ്യൂട്ടബിൾ നമുക്ക് തോന്നുന്ന ബുക്ക് നമുക്ക് ഉപയോഗിച്ച് പഠിക്കാം. നിങ്ങളതിൽ ഏത് കണ്ടന്റ് എഴുതിയാലും ശരിയായിട്ട് എക്സാമിന് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞാൽ അടുത്ത സൈക്കോളജിക്ക് ഏത് ടെക്സ്റ്റ് ഉപയോഗിക്കാം? ദ ബെസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ദാറ്റ് ഈസ് ശ്രീവാണി, ശ്രീവാണി മാമിൻ്റെ സൈക്കോളജി ടെക്സ്റ്റ് ബുക്ക്. നിങ്ങൾ അടുത്ത മുന്നോട്ടുള്ള സെമിസ്റ്ററുകൾ പഠിക്കുമ്പോൾ നിങ്ങൾ 6th സെമ്മിൽ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് അല്ലെങ്കിൽ സൈക്കാട്രിക് നഴ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്. അതിനും ശ്രീവാണി മാമിൻ്റെ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് ഏറ്റവും നല്ലത്. അതായത് വളരെ സിമ്പിളായിട്ട് സൈക്കോളജിയുടെ ഈച്ച് ആൻഡ് എവറി ടോപ്പിക് ഡീറ്റെയിൽ ആയിട്ട് സിമ്പിൾ ലാംഗ്വേജിൽ അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ബുക്കാണ് ശ്രീവാണി മാമിൻ്റെ ബുക്ക്. സോ യു ക്യാൻ ഗോ ഫോർ ദാറ്റ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ബുക്കും നിങ്ങൾക്ക് അവിടെ സജഷൻ തരുന്നില്ല, ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ബുക്ക്. ഓക്കെ. ഇനി ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ്. എപ്പോഴും ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൻ്റെ ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടാകണം. കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പോകുന്ന പ്രൊസീജിയറുകൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇൻസ്ട്രുമെൻസുകൾ, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ബുക്കിൽ നിന്നാണ്. അത്രത്തോളം എക്സ്പോഷർ നിങ്ങൾക്ക് അവിടെ ഹോസ്പിറ്റലിൽ കിട്ടിയില്ല എങ്കിൽ ഈ ഒരൊറ്റ ബുക്ക് മാത്രം മതി, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ബെസ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് കോഷ്യർ ആൻഡ് എർബിൻ്റെ ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗ് എന്നുള്ള ബുക്ക് എന്ന് പറയാം. ഇനി അതാണ് ഏറ്റവും ബെസ്റ്റ് ബുക്ക്.
ഞാൻ പഠിച്ചതും ഞാൻ കുട്ടികൾക്ക് പറയുന്നതുമായിട്ടുള്ള ബുക്കാണ് കോഷ്യർ ആൻഡ് ഹെർബ്. അത് കഴിഞ്ഞാൽ പിന്നെ പോട്ടർ ആൻഡ് പെറി ഉണ്ട്, വത്സമ്മ ജോഷി ആൻഡ് സൂസമ്മ വർഗീസ് എന്ന് പറഞ്ഞിട്ട് പല ഓതർ ബുക്കുകളുണ്ട്. ഇതെല്ലാം നല്ല ബുക്കുകൾ തന്നെയാണ്. ഏത് ബുക്കാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിലോട്ട് പോകാം. ഓൾറെഡി ഒരു ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും മറ്റൊരു ബുക്ക് വാങ്ങാൻ പറയുന്നില്ല. മറ്റ് ബുക്കുകളുടെ PDF എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിച്ചിട്ട് കയ്യിലുള്ള ബുക്സും കൂടെ വെച്ച് കമ്പൈൻ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഇത്രയുമാണ് ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ്, അല്ലെങ്കിൽ ഏത് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരം. അനാട്ടമി ഫിസിയോളജി റോസൻ വിൽസൺ, PR ആശാലത. സോഷ്യോളജി ക്ലെമൻ AI ഓർ നീരജ KP. സൈക്കോളജി R Srivani. Fundamentals of Nursing 1 and 2 also can be used this book. Koshir and Yerb. അടുത്ത സ്റ്റെപ്പ് എന്താണ്? അപ്പോൾ നമ്മൾ സിലബസ് മനസ്സിലാക്കി, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യണമെന്ന് മനസ്സിലാക്കി. ഇനി നിങ്ങൾ അറിയേണ്ടത് ഏത് തരമാണ് നിങ്ങളുടെ എക്സാം, അതായത് യൂണിവേഴ്സിറ്റി എക്സാം ആണ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾ ബോർഡ് എക്സാംസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, യൂണിവേഴ്സിറ്റി എക്സാം ഇതുവരെ എഴുതിയിട്ടില്ല. യൂണിവേഴ്സിറ്റി എക്സാം എന്ന് പറയുന്ന അല്ലെങ്കിൽ നഴ്സിംഗിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ അതിൻ്റെ സാമ്പിൾ നമ്മുടെ സിലബസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനതൊന്ന് കാണിക്കാം. സെമസ്റ്റർ 1-ന് 2 എക്സാമാണ് ഉള്ളതെന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ ദിവസത്തെ എക്സാമിന് 2 പാർട്ടുണ്ട്. അതിൽ A പാർട്ട്, സെക്ഷൻ A എന്ന് പറയുന്ന അനാട്ടമിയാണ്. 37 മാർക്കിനാണ് അനാട്ടമിയിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ 6 ക്വസ്റ്റ്യൻ MCQ ആണ്. എങ്ങനെ നിങ്ങൾക്ക് ഈ MCQ ടാക്കിൾ ചെയ്യാൻ പറ്റും? എങ്ങനെ നിങ്ങൾക്ക് ഈ MCQ മൾട്ടിപ്പിൾ ചോയ്സ് കറക്റ്റായിട്ട് എടുത്തെഴുതാൻ പറ്റും? നമ്മൾ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഓൺവേർഡ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഈ 10 ചാപ്റ്ററുകളിലായിട്ട് വായിക്കുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ചോദിക്കുന്ന വെറും 6 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. ഈ 6 ക്വസ്റ്റ്യന് സിമ്പിൾ ആയിരിക്കുമോ? ഇല്ല. തരുന്ന ഓപ്ഷനിൽ 2 എണ്ണം ഡെഫിനറ്റ്ലി കൺഫ്യൂസിങ്, അല്ലെങ്കിൽ അവിടെ ഒരു ഡൗട്ട് തോന്നുന്നത് തന്നെയായിരിക്കും. അതിൽ നിന്നും ബെസ്റ്റ് ചോയ്സ് നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്ന ഒരാൾ തന്നെ ആയിരിക്കണം. സോ യു ആർ ഗോയിങ് ടു ഫേസ് 6 MCQ ഇൻ അനാട്ടമി. നെക്സ്റ്റ്, എത്ര essay ക്വസ്റ്റ്യൻസ് ഉണ്ട്? ഒരേ ഒരു സിംഗിൾ essay മാത്രമേ അനാട്ടമിയിലുള്ളൂ. അവിടെയും 50-ലധികം essay നിങ്ങൾ പഠിക്കുമ്പോൾ അതിൽ ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ അവിടെ എക്സാമിന് എഴുതാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം ഈ 50 essayക്കും അതിൻ്റെതായ പ്രാധാന്യം അവിടെ ഉണ്ട്. അതിലേത് വേണമെങ്കിലും ചോദിക്കാം. എന്നാൽ നമുക്ക് റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. സ്റ്റിൽ വി ഹാവ് ടു സ്റ്റഡി എവ്രിതിങ്. അവിടെ ഒരു essay 10 മാർക്കിനും, അത് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇത് കൂടാതെ 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻ, ഡിഫറൻസ് ബിറ്റ്വീനോ, ഗീവ് റീസണോ, അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ടോ. ഇതിൽ പല യൂണിവേഴ്സിറ്റിയിലും പല രീതികളിൽ. ബട്ട് ദ പോയിന്റ് ഈസ്, ഫാക്ട് ഈസ് സെയിം. ഡിഫറൻസ് ബിറ്റ്വീൻ ആയാലും അല്ല ലിസ്റ്റ് ഡൗൺ ആയാലും എക്സ്പ്ലെയിൻ ചെയ്യാനെല്ലാം അവരുദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു കണ്ടന്റിനെ കുറിച്ച് എന്തറിയാം എന്നുള്ളതാണ്. സോ അങ്ങനെ 6 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, ഇത്രയുമാണ് അനാട്ടമിയിൽ വരുന്നത്. സെയിം ഡേ സെയിം ടൈം സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ സെക്ഷൻ B അപ്ലൈഡ് ഫിസിയോളജി. സോ ദെയർ ഓൾസോ 38 മാർക്ക്. ടോട്ടലി ഫിസിയോളജി 38 മാർക്സിനാണ്. അതിൽ 7 MCQ, ടോട്ടലി 7 MCQ, 1 essay ക്വസ്റ്റ്യൻ, 3 ഷോർട്ട് നോട്ട്സ് ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡേ എക്സാം. ഇനി രണ്ടാമത്തെ ദിവസത്തെ എക്സാം സെയിം ലൈക്ക് ദിസ്. സോഷ്യോളജി വിൽ ബി A പാർട്ട്, സൈക്കോളജി വിൽ ബി B പാർട്ട്. 6 MCQ സോഷ്യോളജിയിലും 7 MCQ സൈക്കോളജിയിലും ഉണ്ടാകും. ബാലൻസ് എവ്രിതിങ് ഈസ് സെയിം. ഈ രീതിയിലാണ് 2 ദിവസത്തെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്. സോ ഇങ്ങനെയുള്ള എക്സാമാണ് നിങ്ങൾ നേരിടാൻ പോകുന്നത്. സോ നിങ്ങൾ പഠിക്കുമ്പോഴും ഓരോ ടോപ്പിക്കും വായിക്കുമ്പോൾ ഇതിൽ നിന്ന് ഏത് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. ദ നോർമൽ റെസ്പിറേറ്ററി റേറ്റ് ഓഫ് ആൻ അഡൽട്ട് എന്ന് പറഞ്ഞാൽ 16 അല്ലെങ്കിൽ 16 to 20 എന്ന് പഠിക്കുമ്പോൾ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെ. അല്ലെങ്കിൽ അടുത്ത് പറയാണ് വേരിയസ് ടൈപ്സ് ഓഫ് റെസ്പിറേഷൻസ്. പല ടൈപ്പിലുള്ള അബ്നോർമൽ റെസ്പിറേഷൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ അത് പഠിക്കുമ്പോൾ നിങ്ങളവിടെ മനസ്സിലാക്കേണ്ടത് ഇത് ഡിഫറൻസ് ബിറ്റ്വീൻ, ഇതിൽ ഏതെങ്കിലും 2 ടൈപ്പ് എടുത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാം. സ്ട്രക്ചർ ഓർ ഡിസ്ക്രൈബ് അബൌട്ട് ലങ്സ്. ലങ്സിൻ്റെ അനാട്ടമി നിങ്ങൾ പഠിച്ചു, കിഡ്നിയുടെ അനാട്ടമി നിങ്ങൾ പഠിച്ചു, സ്റ്റൊമക്കിൻ്റെ അനാട്ടമി നിങ്ങൾ പഠിച്ചു.
അവിടെ നിങ്ങൾ ഏത് തരത്തിലുള്ള എക്സാം ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം? അവിടെ നിങ്ങൾക്ക് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ അവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഏതൊരു ടോപ്പിക്കും നിങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിക്കണം, ഈ ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അത് മനസ്സിലാക്കി പഠിച്ചാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു റൈറ്റ് എക്സാം നീറ്റ്ലി. വളരെ നീറ്റായിട്ട് നന്നായിട്ട് നമുക്ക് എക്സാം പ്രസൻറ്റ് ചെയ്യാനും നല്ല മാർക്ക് വാങ്ങി എക്സാം പാസ്സാകാനും പറ്റും. ഇനി ഇപ്പം നമ്മൾ സിലബസ് മനസ്സിലാക്കി, സ്റ്റഡി മെറ്റീരിയൽസ് മനസ്സിലാക്കി, എക്സാം പാറ്റേൺ എന്താണെന്നും മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ്, ഇനി നമുക്ക് പഠിച്ചു തുടങ്ങണ്ടേ? എങ്ങനെ പഠിക്കണം? ഏത് രീതിയിലാണ് നമ്മൾ പഠിച്ചാൽ നമുക്ക് എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റുന്നത്? നന്നായിട്ട് നമുക്ക് ഈ കംപ്ലീറ്റ് പോർഷൻസ് പഠിച്ച് നല്ല രീതിയിൽ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യാം? അതാണ് പ്രധാനപ്പെട്ട സ്റ്റെപ്പ്. ആ ഒരു സ്റ്റെപ്പിൽ നമ്മൾ പാളിപ്പോയാൽ നമുക്ക് പിന്നെ ഈ ഒരു നഴ്സിംഗിൽ മുന്നോട്ടൊരു യാത്രയില്ല. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി എഫക്റ്റീവ്ലി, എഫിഷ്യൻ്റ്ലി, സ്മാർട്ട്ലി. ഹാർഡ് വർക്ക് മാത്രമല്ല, അവിടെ സ്മാർട്ട് വർക്കിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. എങ്ങനെ പഠിക്കാമെന്ന് എൻ്റെ ഒരു പ്ലാൻ പ്രകാരം എൻ്റെ കുട്ടികളോടും എൻ്റെ ട്യൂഷനിലുള്ള കുട്ടികളോടും എന്നോട് കോൺടാക്റ്റിലുള്ള, അതായത് പരിചയത്തിലുള്ള ആൾക്കാരോടും ഡൗട്ട് ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കുന്ന സജഷൻസ് എങ്ങനെ പഠിക്കണമെന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതൊന്ന് കേൾക്കുക. ആദ്യത്തെ സ്റ്റെപ്പ്, അപ്പോൾ നമുക്ക് ഈ ഒരു എഫക്റ്റീവായിട്ട് പഠിക്കുന്നതിന് നമുക്ക് പല സ്റ്റെപ്പുകളായിട്ട് എടുക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു, നിങ്ങളുടെ സിലബസ്, നിങ്ങളുടെ ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങളുടെ 4 സബ്ജക്ട്സിൻ്റെയും അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽസ് ഓഫ് നഴ്സിംഗ് ഉൾപ്പെടെ 5 സബ്ജക്ട്സിൻ്റെയും കംപ്ലീറ്റ് സിലബസിൻ്റെ ഒരു ഹാർഡ് കോപ്പി പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വയ്ക്കുക. അതിനുശേഷം അടുത്തെന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ പറഞ്ഞ സ്റ്റഡി മെറ്റീരിയൽ പ്രകാരം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓരോ ടെക്സ്റ്റ് ബുക്ക്, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് കളക്ട് ചെയ്യുക. അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇപ്പോൾ പഠിക്കേണ്ടത് എന്താണെന്ന് നമുക്ക് സിലബസ് ഉണ്ട്, പഠിക്കേണ്ട ബുക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് പഠിച്ചു തുടങ്ങണം. എങ്ങനെയെങ്കിലും എവിടെ നിന്നെങ്കിലും ഒക്കെ പഠിച്ചു തുടങ്ങിയാൽ മതിയോ? ഇല്ല. പകരം നിങ്ങൾ ഈ ചാപ്റ്ററുകൾ മനസ്സിലാക്കി, ചാപ്റ്ററിൻ്റെ വലിപ്പം മനസ്സിലാക്കി, കണ്ടൻസിൻ്റെ അളവ് മനസ്സിലാക്കി, അതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ മനസ്സിലാക്കി, ഒരു റിയലിസ്റ്റിക് ടൈം ടേബിൾ, ഒരു പ്രാവർത്തികമായിട്ടുള്ള സാധ്യമായിട്ടുള്ള ഒരു അവിടെ ടൈം ടേബിൾ, ഒരു ക്രമം, ഒരു ഷെഡ്യൂൾ അവിടെ ക്രിയേറ്റ് ചെയ്യാം. സമയം മാനേജ് ചെയ്തുകൊണ്ട്, കാരണം നിങ്ങൾക്കറിയാം നിങ്ങളുടെ എക്സാം ഏപ്രിലാണോ മെയ്യിലാണോ ജൂണിലാണോ എന്നാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. നിങ്ങൾക്കറിയാം, ആദ്യമേ അറിയാൻ പറ്റും. ഏകദേശം എക്സാക്ട് ഡേറ്റ് അറിയത്തില്ലെങ്കിലും ഏകദേശം നമുക്ക് അറിയാൻ പറ്റും ഓരോ യൂണിവേഴ്സിറ്റിയിലും. അതും പ്രകാരം നിങ്ങൾക്കിനി എത്ര ദിവസം എക്സാമിനുണ്ട് അത് കണക്കാക്കി ഒരു ടൈം ടേബിൾ തയ്യാറാക്കുക. ആ ടൈം ടേബിൾ പ്രകാരം അതിൽ ഉറച്ചു നിന്നുകൊണ്ട്, അതിലൊരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിൽ മാത്രമല്ല നമുക്ക് ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കേണ്ടത്, അതും പ്രകാരം പഠിക്കണം. ഓരോ ടോപ്പിക്കായിട്ട് സിലബസിലുള്ള, ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഫസ്റ്റ് ടോപ്പിക്ക് അവിടെ അനാട്ടമിക്കൽ പൊസിഷൻസ് എടുത്തു. സോ ടുഡേ ഐ എം ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് അനാട്ടമിക്കൽ പൊസിഷൻ. ഞാൻ ഇന്ന് അനാട്ടമിക്കൽ പൊസിഷൻ എല്ലാം പഠിച്ചു. അത് പഠിച്ചു തീർന്നു എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ നിങ്ങളുടെ സിലബസിൽ അതൊന്ന് ഹൈലൈറ്റ് ചെയ്യുക. ഗ്രീനോ യെല്ലോയോ പർപ്പിളോ എന്തെങ്കിലുമൊക്കെ ഒരു കളർ കൊണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിടുക. സോ നിങ്ങളുടെ ഈ കയ്യിലിരിക്കുന്ന ഹാർഡ് കോപ്പിയിൽ ഫുള്ള് എന്നാണോ ഹൈലൈറ്റിംഗ് ആകുന്നത് അന്നാണ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം എഴുതാൻ വേണ്ടി തയ്യാറാകുന്നത്. സോ അത് 3 മാസം, മിനിമം 3 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, 6 മാസം കൊണ്ടും പഠിച്ചെടുക്കാം. ആദ്യം എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്, എത്രയും നല്ലത് ആദ്യത്തെ ഒരു 3 മാസം ഒരു നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഈ 90 ദിവസം കൊണ്ട് കംപ്ലീറ്റ്ലി പഠിക്കുക. കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് 90 ദിവസം കൊണ്ട് ഒരു പ്രാവശ്യം പഠിച്ച് ഒരു തവണ റിവിഷൻ ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ റെഡിയാക്കാൻ പറ്റും. നമ്മുടെ കോഴ്സിനുള്ള കുട്ടികൾക്ക് ഞാനൊരു ടൈം ടേബിൾ കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചാൽ മതിയാകും. ബാക്കിയുള്ളവർക്ക് നിങ്ങൾ സ്വയം നിങ്ങളുടെ സ്റ്റഡി ടൈം അനുസരിച്ച് ഒരു ടൈം ടേബിൾ റെഡിയാക്കുക. ആ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക. പറഞ്ഞത് ഓർക്കുക, പഠിക്കുന്ന ടോപ്പിക്സ് ഈ സിലബസിൽ നിങ്ങൾ മാർക്ക് ചെയ്യുകയും വേണം. ഇനി ഇതൊന്നും നിങ്ങൾക്ക് സാധ്യമല്ല, നിങ്ങളുടെ കയ്യിൽ ഹാർഡ് കോപ്പി സിലബസ് ഇല്ല, നിങ്ങളുടെ കയ്യിൽ പഠിക്കേണ്ട ബുക്സുകളില്ല, നിങ്ങൾക്ക് നല്ലൊരു ടൈം ടേബിൾ എങ്ങനെയാണെന്ന് റെഡിയാക്കേണ്ടതെന്ന് പറ്റുന്നില്ല, എങ്ങനെ പഠിക്കണമെന്നറിയത്തില്ല, സ്വയം പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല, ആരെങ്കിലും ഒരാൾ പഠിപ്പിച്ച് തന്നിരുന്നെങ്കിൽ പഠിക്കാമായിരുന്നു, ഈസി ആയിട്ട് പഠിക്കാമായിരുന്നു എന്നുള്ളവർ, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ലേൺ നഴ്സിംഗിൽ ജോയിൻ ചെയ്യാം. ഞങ്ങൾ കൊടുക്കുന്ന ഇൻറ്റൻസീവ് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസിൽ, ലേൺ നഴ്സിംഗിൻ്റെ ഇൻറ്റൻസീവ് ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സസിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സിലബസിലുള്ള ഈച്ച് ആൻഡ് എവറി ടോപ്പിക്
ഓരോ കണ്ടന്റും കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിച്ച് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സസും അതിൻ്റെ തന്നെ ക്ലാസ്സുകൾ കേട്ട് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് റെഫർ ചെയ്യേണ്ട ഷോർട്ട് നോട്ട്സുകളും, അതുകൂടാതെ പ്രധാനമായിട്ട് ഈ കണ്ടന്റ് കേട്ട് പഠിച്ച് നോട്ട്സ് വായിച്ച് പഠിച്ച് അതിനുശേഷം നിങ്ങൾക്ക് ഫൈനൽ എക്സാമിന് ഹെൽപ്ഫുള്ളാകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഓരോ ചാപ്റ്ററിലും അനാട്ടമി, ഫിസിയോളജി, സോഷ്യോളജി, സൈക്കോളജി, ഈ 4 സബ്ജക്ട്സിലെയും ഓരോ ചാപ്റ്ററിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തിനാണ് ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതുവരെയുള്ള നമ്മുടെ ബാച്ചിൽ എല്ലാ സ്റ്റുഡൻസിനും ഈ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ നിന്ന് പുറമെ ഒരു ക്വസ്റ്റ്യൻ പോലും എക്സാമിന് ഉണ്ടായിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഞങ്ങൾ കൊടുത്ത ക്വസ്റ്റ്യൻസിൽ ഉള്ളത് തന്നെയായിരുന്നു. സോ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ പറ്റും. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും, ഇത് കൂടാതെ നിങ്ങളുടെ എക്സാമിന് MCQ ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ടെക്സ്റ്റ് ബുക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കുന്ന കുട്ടികൾക്കാണ് അത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത, ഓരോ ടോപ്പിക്ക് പഠിപ്പിക്കുമ്പോഴും അവിടെ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണോ, 2 മാർക്കാണോ, 1 മാർക്കാണോ, 5 മാർക്കാണോ, ഇതെല്ലാം ഞാനവിടെ പറഞ്ഞു തരുന്നുണ്ട്. ഒപ്പം ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ടോ, ഇതെല്ലാം പറയുന്നുണ്ട്. എന്നാൽ പോലും നിങ്ങൾക്ക് എക്സാം അടുപ്പിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സബ്ജക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള MCQ മോക്ക് ടെസ്റ്റുകളും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എന്താണോ വരാൻ പോകുന്നത് അത് എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, വാട്ട് ടു റൈറ്റ്, വെൻ ടു റൈറ്റ്, ഹൗ മച്ച് ടൈം യു ക്യാൻ ടേക്ക്, ആൻഡ് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എങ്ങനെ നീറ്റായിട്ട് എഴുതണം, ഏതൊക്കെ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, എത്ര സമയം എടുത്ത് എഴുതണം, എത്ര പേജസ് എഴുതണം, അത് എങ്ങനെ പ്ലാൻഡ് ആയിട്ട് എഴുതാം, ഇവരെക്കുറിച്ചുള്ള ടിപ്സുകളെല്ലാം നിങ്ങളുടെ എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. ഇത്രയുമാണ് നമ്മുടെ കോഴ്സ്. ഇതുകൂടാതെ അഡീഷണലി നിങ്ങൾ ജോയിൻ ചെയ്യുന്ന അന്ന് മുതൽ നിങ്ങളുടെ എക്സാം വരെയും ഈ ഫെസിലിറ്റീസിനൊപ്പം നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം തന്നെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് പേഴ്സണലി ടീച്ചറായ എന്നോടോ അല്ലെങ്കിൽ നിങ്ങളുടെ കോഴ്സിൻ്റെ ഗ്രൂപ്പിലൂടെയോ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ഇത്രയുമാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്. സ്വയം പഠിക്കാൻ കഴിവുള്ള കുട്ടികൾ ആരെയും ഞാൻ നിർബന്ധിക്കത്തില്ല, സ്വയം പഠിക്കുക. ബട്ട് സ്വയം പഠിക്കാൻ കഴിവില്ലാതെ സ്വയം പഠിച്ച് നോക്കാമെന്ന് ശ്രമിച്ച് സപ്ലികൾ വാങ്ങി കൂട്ടരുത്. അതിനേക്കാൾ ഏറ്റവും നല്ലത് ഇപ്പോൾ തന്നെ ആദ്യമേ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. വളരെ ചെറിയൊരു ഫീസിൽ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ അന്ന് തന്നെ നിങ്ങളുടെ 100% സിലബസിൻ്റെയും ക്ലാസ്സസ് നിങ്ങളുടെ കയ്യിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. അന്ന് മുതൽ നിങ്ങളുടെ എക്സാം എന്നാണോ അന്ന് വരെയും ഈ ക്ലാസ്സസ് എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് കാണാനും പഠിക്കാനും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. ഇത് കൂടാതെ ഞാൻ ഈ പറഞ്ഞ ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ ഒന്നുകൂടി എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ലേൺ നഴ്സിംഗിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ലേൺ നഴ്സിംഗ് കുട്ടികൾ ചൂസ് ചെയ്യുന്നത്. ദിസ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് സെവറൽ ടാർഗറ്റഡ് ഫീച്ചേഴ്സ് ടു അസിസ്റ്റ് വിത്ത് യൂണിവേഴ്സിറ്റി എക്സാം പ്രിപ്പറേഷൻ. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്, ഒന്ന് മലയാളം എക്സ്പ്ലനേഷൻ ക്ലാസ്സസ്, അതുപോലെ നിങ്ങൾക്ക് വേണ്ട ഷോർട്ട് നോട്ട്സ്, ഷോർട്ട് ക്വസ്റ്റ്യൻസ്, ഇൻട്രാക്റ്റീവ് സെക്ഷൻസ്, അതുപോലെ കണ്ടിന്യൂസ് നിങ്ങളുടെ എക്സാം വരെയുള്ള കണ്ടിന്യൂസ് സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. 8891127927 നമ്മുടെ ഓഫീസിലെ നമ്പറാണ്. ഇതിൻ്റെ വാട്സപ്പിൽ നിങ്ങളൊരു മെസ്സേജ് എൻക്വയറി ഇടാം, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം. പഠിക്കാൻ ബുദ്ധിമുട്ടുന്ന കുട്ടികളാണെങ്കിൽ നേരത്തെ തന്നെ ആദ്യമേ തന്നെ ജോയിൻ ചെയ്ത് ക്ലാസ്സുകളെല്ലാം ആദ്യ ദിവസം തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, പഠിച്ചു തുടങ്ങാം. ഇതല്ല നിങ്ങൾക്ക് സ്വയം പഠിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതി ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ഇതും പ്രകാരം നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എല്ലാ ഡൗട്ട്സുകളും തീർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഞാനതിൽ മറുപടി തരുന്നതായിരിക്കും. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടും കോഴ്സ് റിലേറ്റഡ് ആയിട്ടുമുള്ള എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്കിതിൽ മെൻഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഏറ്റവും നല്ലൊരു പ്രൊഫഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്തത്. എന്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വിജയം മാത്രമേ ഇതിലുണ്ടാകത്തുള്ളൂ. നന്നായിട്ട് പഠിച്ച് മുന്നേറുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.